ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങിയ 6 അംഗ സംഘത്തിലെ 2 പേർ മരിച്ചതിൽ സ്ഥിരീകരിക്കാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരിച്ച 2 പേരുടെയും സാമ്പിൾ കൂടുതൽ പരിശോധനയ്ക്ക് അയക്കും. അതിനുശേഷമേ അന്തിമ നിഗമനം ഉണ്ടാവും. മരിച്ച സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഭക്ഷ്യവിഷബാധ സംശയങ്ങളുണ്ടെങ്കിലും പുരുഷന്റെ പോസ്റ്റ്മോർട്ടത്തിൽ ഭക്ഷ്യവിഷബാധ സാധ്യത കണ്ടെത്താനായിട്ടില്ല. സാധാരണഗതിയിൽ ഈ ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പരിശോധനകൾ വേണം, പത്തോളജിക്കൽ റിപ്പോർട്ട് പുറത്തു വരണം, രാസപരിശോധനകൾ ഇതിന് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായെങ്കിൽ പോലും ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിക്കാൻ ഈ പോസ്റ്റ്മോർട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല. സ്ത്രീയുടെ മരണത്തിൽ അത് ചില ഭക്ഷ്യവിഷബാധ സംശയങ്ങളുണ്ട്. അത് പക്ഷേ സംശയം മാത്രമാണ്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനയ്ക്കായി രാസപരിശോധന നടത്തിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള നടപടിക്രമത്തിലേക്ക് കടന്നിട്ടുമുണ്ട്. പുരുഷന്റെ മരണത്തിൽ പക്ഷേ ഏതെങ്കിലും വിധത്തിൽ പ്രത്യക്ഷ സാധ്യത, ഭക്ഷ്യവിഷബാധ സാധ്യതകളൊന്നും തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താനായിട്ടില്ല. പക്ഷേ സംശയമുയർന്ന കേസാണ്, പരാതിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചുള്ള പുരുഷന്റെ പോസ്റ്റ്മോർട്ടം മൃതദേഹത്തിൽ നിന്നുള്ള സാമ്പിളുകളും രാസപരിശോധനയ്ക്കായി അയക്കും. ഇരുവരുടെയും രാസപരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഇത് ഭക്ഷ്യവിഷബാധയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പരാതിക്കിടയാക്കിയ ഹോട്ടലിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇന്ന് രാവിലെ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ, പ്രാഥമിക പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷ്യയോഗ്യമല്ലാത്ത പഴകിയ ഭക്ഷ്യസാധനങ്ങൾ ഒന്നും തന്നെ പിടികൂടിയിട്ടില്ല. ഹോട്ടലിൽ വൃത്തിഹീനമായ സാഹചര്യം ഭക്ഷ്യസുരക്ഷാ വിഭാഗം കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഇതിനും കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ നിന്നുള്ള മീനിന്റെ സാമ്പിൾ കെമിക്കൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ ഹോട്ടൽ മറ്റൊരു സ്ഥാപനത്തിൽ നിന്നാണ് മീൻ എടുക്കുന്നത്, അവർ വാങ്ങിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിൽ നിന്നുള്ള മീനിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഹോട്ടലിൽ നിന്നുള്ള വെള്ളത്തിന്റെ സാമ്പിളും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ സാമ്പിൾ ഫലം കൂടി പുറത്തു വന്നാലേ ഹോട്ടലിൽ നിന്ന് മറ്റേതെങ്കിലും തരത്തിലുള്ള ഭക്ഷ്യവിഷബാധ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു